അപ്പോഴേ ഞാനും ആഷ്മിയും കൂടെ രാവിലെ അമ്പലത്തിൽ വരെ പാനൊരുങ്ങും കേട്ടോ. ലച്ചുവിന് ട്യൂഷനുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ മെസ്സേജ് വന്നത് ഇന്ന് 9 മണിക്ക് മാത്സിൻ്റെ സ്പെഷ്യൽ ട്യൂഷൻ 9ാം ക്ലാസ്സിലെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ രാവിലെ 9 മണിക്ക് ട്യൂഷന് പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ലച്ചുവിനെ ട്യൂഷന് വിട്ടേച്ച് വേണം അമ്പലത്തിൽ പറയട്ടെ. അപ്പോൾ ആഷ്മി ഒരുങ്ങുന്നേ ഉള്ളൂ, ലച്ചുവിന് പാന് സമയമായി. അപ്പം ഞാൻ പറഞ്ഞു അപ്പുറത്തുനിന്ന് കൊച്ചച്ഛനും കുഞ്ഞമ്മയും വരുന്നുണ്ടെന്നാൽ നീ അവരുടെ കൂടെ വാ, ഞാൻ ലച്ചുവിനെ കൊണ്ടുവിട്ടിട്ട് അങ്ങ് അമ്പലത്തോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആഷ്മി അവിടെ നിന്നു. ആഷ്മി പിന്നെ അവരുടെ കൂടെ വന്നത് കേട്ടോ. ഞാൻ ലച്ചുവിനെ കൊണ്ടുവിടാൻ പോവുകയാണ്. അപ്പോൾ പറയിടാനായിട്ട് മെയിനായിട്ട് ഇന്ന് പോകുന്നത് കൊടുക്കിയിട്ട് തൊഴണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച അമ്മ പോയപ്പോൾ ഞാൻ വിചാരിച്ചു പറയിട്ട് കാണുമെന്ന്. അപ്പോൾ അമ്മ വന്നിട്ട് പറഞ്ഞു പിള്ളേരെയും കൊണ്ട് പോയി ഇടിപ്പിച്ചാൽ മതി, പിള്ളേരെയും കൊണ്ട് ഇടിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പം ലച്ചുവിന് എന്തായാലും ഇന്ന് വരാൻ പറ്റുന്നില്ലല്ലോ. അപ്പം പിന്നെ ഞാൻ വെച്ചാൽ ആഷ്മിയെ കൊണ്ടുപോയി ഇടിപ്പിക്കാമെന്ന്. അപ്പം ഞാൻ ലച്ചുവിനെ കൊണ്ടുവിടാൻ പോവാം കേട്ടോ. ബുക്കൊന്നും മേടിച്ചില്ല, കാരണം ഇന്ന് സ്റ്റാർട്ടിങ്ങാണ് ട്യൂഷന്. പോകുന്ന വഴിക്ക് ബുക്ക് മേടിക്കണം. അപ്പം സ്കൂളിലേക്ക് ബുക്ക് മേടിച്ചപ്പോഴെല്ലാം ഞാൻ പറഞ്ഞു നിൻ്റെ ആവശ്യത്തിനുള്ള ബുക്കെല്ലാം വാങ്ങ്, ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങുമെന്ന് ഞാൻ പറഞ്ഞത്. എവിടെ നിന്നാണ് സ്കൂളിലൊക്കെ ആവശ്യത്തിന് പോലും ബുക്ക് എടുത്തിട്ടില്ല. സ്കൂളിലൊക്കെ അന്ന് ബുക്ക് എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ബുക്ക് എടുത്ത് കൊടുക്കേണ്ടി വന്നു. എന്തായാലും ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് താണ്ട് ഇവിടെ എന്തായാലും കട തുറന്നിട്ടുണ്ട് രാവിലെ. ഞായറാഴ്ച രാവിലെ ആയതുകൊണ്ട് രാവിലെ തുറക്കുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളവിടെ കടകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ, ബുക്ക് തരുന്ന കടകളൊന്നും. അപ്പോൾ എന്തായാലും ഇവിടെ തുറന്നിട്ടുണ്ടോ. അങ്ങനെ ഞാൻ ലച്ചു കയറി ഒരു ബുക്ക് എടുത്തപ്പോൾ ഞാനവിടെ ഒരു റോസ്റ്റഡ് കപ്പലിൻ്റെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അത് ഒരെണ്ണം എടുത്തു. അത് കണ്ടപ്പോൾ ഒരു കൊതി, പിന്നെ കാണാൻ കഴിക്കാമെന്ന്. ഞാൻ ഈ വീഡിയോ എത്ര സമയത്ത് ഡബ് ചെയ്യുന്നതെന്നറിയാമോ? കാരണം ഞാൻ ഈ ഡബ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പപ്പിയും കുഞ്ഞുങ്ങളെയും കൊണ്ട് കിടത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഒന്നും പറഞ്ഞ് കിടന്ന് കരയും കേട്ടോ. ഞാൻ ഡബ് ചെയ്യും, കേട്ട് നോക്കുമ്പോൾ മൊത്തം അവരുടെ സൗണ്ട്. പിന്നെ കളിയും, പിന്നെയും ഡബ് ചെയ്യും, പിന്നെയും കളയും. എന്തായാലും ഞാൻ എത്ര സമയം കൊണ്ട് ഡബ് ചെയ്യുന്നറിയാം. ചൂട് സമയമുണ്ട്, ഞാൻ പപ്പിയും കുഞ്ഞുങ്ങളെയും പുറത്തിറക്കി കിടത്തിയേക്കും കേട്ടോ. കാരണം അന്നേരം നമ്മൾ കുഞ്ഞുങ്ങളല്ലേ, അപ്പം നമ്മളിങ്ങനെ കാവലിരിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും കൂടെ അങ്ങ് നടക്കുള്ളൂ എന്ന് വെച്ചാൽ. പക്ഷേ അവർ കിടന്ന് ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഉറങ്ങുമെന്ന് തോന്നുന്നു, ഉറങ്ങട്ടെ. അങ്ങനെ ബുക്ക് മേടിച്ച കടയിൽ ഞങ്ങളാന്ന് തോന്നുന്നു കൈനീട്ടം കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നല്ലത് മാത്രമേ വരൂ. എന്തായാലും ലച്ചുവിനെ ട്യൂഷന് വിട്ടു. സാറ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ സാർ താമസിച്ചായിരുന്നു വരുന്നത്. വേറെ ക്ലാസ്സിലെ പിള്ളേർക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, പെട്ടെന്ന് വരാൻ പറ്റി. വന്നപ്പോഴത്തേക്കിനും അമ്പലത്തിൽ പിന്നെ ഞാൻ അതുവഴി അമ്പലത്തിൽ ഇഞ്ഞ് പോരുന്നു. അമ്പലത്തിൽ വന്നപ്പോഴത്തേക്കിനും ആഷ്മയൊക്കെ വന്നിട്ടുണ്ട്. അവിടെ നേദ്യം നടക്കും കേട്ടോ. നേദ്യം കഴിയണമെങ്കിൽ ഏകദേശം ഒരുപാട് സമയം എടുക്കും. ഒരു 10-20 മിനിറ്റോളം എടുത്തു നേദ്യം കഴിയാനായിട്ട്. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. രസീതൊക്കെ എഴുതി വെച്ചു. ഇന്ന് 9ാം ഉത്സവം ആയിരുന്നു, പൊങ്കാല ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു രാവിലെ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ പായസം കിട്ടിയായിരുന്നു. കാരണം ഒന്നും കഴിച്ചില്ല. ആഷ്മിയൊക്കെ ആണെങ്കിൽ ഒന്നും കഴിക്കാതെ വന്നത്. ആഷ്മിക്ക് വിശക്കുന്നേ ഏകദേശം എനിക്ക് തോന്നുന്നു 10 മണി ഒക്കെ ആയി കേട്ടോ. 10 മണി ആവാറായപ്പോഴാണ് ഞങ്ങൾ ഈ നേദ്യം എല്ലാം കഴിഞ്ഞ് പറയിടാൻ തുടങ്ങിയപ്പോൾ. അപ്പോഴത്തേനും പിള്ളേരെല്ലാം വിശക്കുമല്ലോ. രാവിലെ ഒരു ചായ മാത്രമേ കുടിച്ചുള്ളായിരുന്നു. ഇപ്പം എന്താണ്ട് പൊങ്കാല കഴിഞ്ഞിട്ടുള്ള പൊത്താനും എല്ലാം പറക്കി എല്ലാവരും അടുക്കി പറക്കി വെക്കും കേട്ടോ അവിടെ കിടക്കുന്നത്. അപ്പം എന്തായാലും പൊങ്കാലയൊക്കെ പറയൊക്കെ ഇട്ടു, രസീതൊക്കെ ഇടിച്ച് പറയൊക്കെ ഇട്ടു. ഞങ്ങൾ വീട്ടിലോട്ട് പോവാം കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ച ആഹാരം കാണുമ്പോൾ ആക്രാന്തം കൊണ്ട് ആഷ്മി കമന്ന് വീഴുമെന്നാണ്. പക്ഷേ എവിടെ നിന്ന് വന്നപ്പോഴേ ടിവിയും വെച്ച് എൻ്റെ വണ്ടിക്കകത്ത് അമ്പലത്തിൽ വെച്ച് വണ്ടി തുറന്നപ്പോൾ അതിനകത്ത് കപ്പലണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അതും എടുത്ത് അങ്ങ് തിന്നാൻ തുടങ്ങി. ഞാൻ വരുന്ന ആഹാരം വല്ലതും കഴിക്കാൻ. കപ്പലണ്ടി അല്ലേ, വെറുമേറ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് കയറും. എവിടെ നിന്ന് ആ കപ്പലണ്ടിയും കഴിച്ചുകൊണ്ട് അവൾ ഉച്ചയ്ക്ക് 2 മണി വരെ ഇരുന്നു കേട്ടോ. 2 മണിയായപ്പോഴാണ് പിന്നെ അവൾ ചോറ് കഴിക്കുന്നത്. എങ്ങനെ ഇരിക്കുന്നോ എന്തോ ഇങ്ങനെയൊക്കെ വിശന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ആഷ്മി നമ്മുടെ കുറച്ച് ദിവസം കൊണ്ട് പറങ്ങേണ്ടിയൊക്കെ പറക്കി ശേഖരിച്ച് വെച്ചേക്കുമല്ലോ. അപ്പോൾ ഇന്ന് അതങ്ങ് കൊടുത്തേക്കാം. കാരണം മഴ സമയമൊക്കെ ആയിട്ടോ. മഴ സമയമായി കഴിഞ്ഞാൽ പറങ്ങേണ്ടിക്ക് തൂക്കം കുറയും. പറങ്ങേണ്ടിയൊക്കെ കറുത്ത് പോവും, തൂക്കം കുറയും, പിന്നെ വില കുറയും. ഇപ്പം ആണെങ്കിൽ അത്യാവശ്യം വിലയുണ്ട്. എനിക്ക് തോന്നുന്നു 1 കിലോയ്ക്ക് 100 രൂപ ഉണ്ടായിരുന്നു. അപ്പം 100 രൂപ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, 110-120 കിട്ടുന്ന സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് 100 രൂപ വിലയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് കുറവാണ് ഇപ്രാവശ്യം പറങ്ങേണ്ടി. എന്താണെന്ന് അറിഞ്ഞുകൂടാ, കുറവാണ്. എന്തായാലും ഉള്ളത് കൊണ്ട് കൊടുക്കാം, കയ്യോടെ കാശ് മേടിച്ചെന്തോ ആഷ്മിയോട് ഞാൻ പറഞ്ഞ 50 രൂപ തരാം, ബാക്കി എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുവാന്ന് ആർക്കറിയാം. എന്തായാലും ആഷ്മി ഭയങ്കര ഉത്സാഹത്തിലാണ്. ആദ്യമായിട്ട് ആഷ്മി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കേട്ടോ. പറങ്ങേണ്ടയൊക്കെ പറക്കി എന്തോ മേടിക്കാനാണെന്നൊന്നും അറിഞ്ഞുകൂടാ. ഏതാണ്ട് മേടിക്കാനാ, പൈസ അവൾക്ക് വേണം എന്നൊക്കെ അവൾ തന്നെ ഇതെല്ലാം പറക്കിക്കൊണ്ട് വന്ന് വെച്ചത് കേട്ടോ. പിന്നെ മേള ഇത് കിടക്കുന്നത് അമ്മയും പറക്കി കൊടുക്കും. അങ്ങനെ ഒരു സഞ്ചിയിലാക്കി ഞാനും ആഷ്മിയും കൂടെ കടയിൽ കൊണ്ട് കൊടുക്കാനായിട്ട് റെഡിയാവുക. ഉച്ചക്കത്തേക്കുള്ള ആഹാരം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ 12:30 ആകുമ്പം ലച്ചുവിന് ട്യൂഷൻ കഴിയും കേട്ടോ. 9 മണി തൊട്ട് 12:30 വരെയാണ്. അപ്പം ശനി ഞായറും ആ ട്യൂഷൻ എങ്കിൽ കൂടിയും മിക്കവാറും ഞായറാഴ്ച മാത്രമേ എടുക്കാറുള്ളൂ. അതായത് ഇത്രയും സമയം എടുക്കുന്നത്. അങ്ങനെ വേണ്ട ആഷ്മി ഹെൽമെറ്റും ഒക്കെ വെച്ചുകൊണ്ട് വരിക. ഞാൻ വെച്ച് പറങ്ങേണ്ടിയും കൊടുത്തിട്ട് പിന്നെ ലച്ചുവിനെയും കൂടെ വിളിച്ചുകൊണ്ട് ഇനി പോരാം എന്നും കരുതി പോവാൻ ഞങ്ങളും രണ്ടുപേരും കൂടെ. പറങ്ങേണ്ടി ആഷ്മിയുടെ ഉത്സാഹം നോക്കി ആ വെയിറ്റൊക്കെ കണ്ട് ഒറ്റയ്ക്ക് താങ്ങി എടുത്താൽ. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ കൊണ്ട് ഇയാളുടെ സാധനം ഇല്ലേ, ഇയാളെടുത്ത് വണ്ടിക്കകത്ത് കൊണ്ട് നിൽക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും വേണ്ട വാശിയില്ല. വെയിറ്റുള്ള സാധനമൊക്കെ എടുത്ത്, അധികം വെയിറ്റൊന്നും ഇല്ല, വെയിറ്റുള്ള സാധനമൊക്കെ എടുത്ത് വണ്ടി കൊണ്ട് വെച്ച് അങ്ങനെ വേണ്ട കടയിൽ വന്ന് നിന്ന് കാവലിരിക്കുന്നത്. ഞങ്ങളുടെ അടുത്ത് പലരിക്കട കേട്ടോ, ഞങ്ങളിവിടെ പറങ്ങേണ്ടി കൊടുക്കുന്നത്. ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടയത്.
അപ്പം അവിടെ വന്ന് പറങ്ങേണ്ടി ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു പറങ്ങേണ്ടി എടുക്കുമെന്ന്. കാരണം ഇപ്പം എങ്ങും ഈ പറങ്കാവെന്ന് പറഞ്ഞ സാധനം ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. ഈ ഏരിയയിൽ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ പറങ്കാവൊന്നുമില്ല. പണ്ടൊക്കെ പറങ്കാവേ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. എന്തായാലും പറങ്ങേണ്ടി എടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ചന്തയിലൊക്കെ കൊണ്ടു കൊടുക്കണം ഇത്. അങ്ങനെ ഇത് തൂക്കി നോക്കുക. എനിക്ക് തോന്നുന്നു ഏകദേശം 4.5 കിലോ ഉണ്ടായിരുന്നു. 450 രൂപ കിട്ടി. 4.5 കിലോ ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ ഈ പറങ്ങേണ്ടി കൊടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഞാൻ മേടിച്ചുകൊണ്ട് വരിക ചെയ്തത്. ഇത്രയും വർഷം ഞാൻ അങ്ങനെ ചെയ്തത്. ഇപ്രാവശ്യം എനിക്കൊരു 5-ൻ്റെ പൈസ എടുക്കാനുള്ള അവകാശമില്ല കേട്ടോ. കാരണം എന്താ നിൽക്കുന്നതിൻ്റെ അവകാശം. ആ സന്തോഷം കണ്ടോ, 450 രൂപ എന്ന് പറഞ്ഞപ്പോഴത്തേനും സന്തോഷം കണ്ടോ. അപ്പോൾ 500 രൂപ തന്നത് 50 രൂപ ഞാൻ തിരിച്ചു കൊടുത്തു. കാരണം ചില്ലറയില്ലാത്തതുകൊണ്ട് 500 രൂപയും കൈക്കലാക്കി വെച്ചു. എൻ്റെ 50 രൂപ എന്നുള്ള വിചാരമൊന്നും ഇല്ല. കണ്ട 500 രൂപ കിട്ടിയ സന്തോഷത്തിൽ അതിൽ 50 എൻ്റെയാണെന്നുള്ളത് എനിക്കല്ലേ അറിയൂ. എന്തായാലും അതും കൈവച്ചുകൊണ്ടിരിക്കുക. എന്തായാലും വണ്ടിയിലിട്ടു. പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ വിചാരിച്ച് കടയിൽ കയറി സാധനമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച്. സൂപ്പർ മാർക്കറ്റിലൊന്നും കയറണം എനിക്കല്ലേലും. അങ്ങനെ ഞങ്ങൾ ലച്ചുവിനെയും വിളിച്ചുകൊണ്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കയറി. ദൈവമേ, ആശ്മയുടെ ഉത്സാഹം കണ്ട എന്നെ ഇപ്പം മുടിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ കേട്ടോ. 450 രൂപയ്ക്ക് 450 രൂപയുടെ സാധനം എടുക്കേണ്ടടുത്ത് അവിടെ എത്ര രൂപയുടെ സാധനം എന്നെ കൊണ്ട് എടുപ്പിച്ചതെന്നറിയാമോ. അവിടെ ആ ധൈര്യത്തിൽ ഞാൻ വീട്ടിലേക്കും കുറച്ച് സാധനങ്ങളൊക്കെ പറക്കിയെടുത്ത് എവിടെ നിന്ന് അവസാനം ഞാൻ തന്നെ പൈസ കൊടുക്കേണ്ടി വന്നു. അവൾ എടുത്ത സാധനത്തിലൂടെ ഞാൻ പൈസ കൊടുക്കേണ്ടത്. എന്തൊക്കെയോ പേസ്റ്റോ ഏതോ ബാർബിയുടെ പേസ്റ്റോ എനിക്കറിഞ്ഞുകൂടാ എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു പോട്ട് പിള്ളേരല്ലേ ചെയ്തോട്ടെന്ന് വിചാരിച്ച്. അങ്ങനെ കുറേ ബിസ്ക്കറ്റ് സാധനങ്ങൾ ഏതാണ്ടൊക്കെ പൊക്കി എടുത്തിട്ടുണ്ട്. കയ്യിലാകപ്പാടെ 450 രൂപയും ഉണ്ട്. പറക്കിയെടുക്കുന്ന സാധനങ്ങൾക്കാണെങ്കിൽ ഒരു ലിമിറ്റും ഇല്ല കേട്ടോ. ചേട്ടത്തി അനിയത്തെയും കൂടെ. ലച്ചുവിന് പിന്നെ അറിയാം, നാഷ്മിക്ക് എന്നാലും അറിഞ്ഞുകൂടാത്തത്. ആകപ്പാടെ പ്രയോജനം ചെയ്തത് ആ പേസ്റ്റ് മാത്രമേ ഉള്ളൂ. ഒരു ബാർബിയുടെ ഒരു പേസ്റ്റ് എടുത്തിട്ടുണ്ട്, കൊച്ചു പിള്ളേർ തേക്കുന്നത്. അതുമാത്രമേ ആകെ പ്രയോജനം ചെയ്തിട്ടുള്ളൂ. ബാക്കി മൊത്തം ലേസോ ബിസ്ക്കറ്റോ എന്തിനാന്നോ എന്താ നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ ഇപ്പോഴത്തെ പിള്ളേരോട്. എന്തായാലും പോട്ടെ. ഞാൻ ആഴ്ചയിൽ മേടിച്ച് കൊടുക്കുന്ന കോട്ട ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു എന്നങ്ങ് വിചാരിക്കുക. അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്തു. എല്ലാ ഞായറാഴ്ച ഇവിടെ ഓഫറുള്ളതാണ് സൂപ്പർ മാർക്കറ്റിൽ കേട്ടോ. ഈ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പം 2 ആഴ്ചയായിട്ട് മെസ്സേജ് ഒന്നും വരുന്നില്ല. പക്ഷേ ഞാൻ ആ പച്ചക്കറി സെക്ഷനിൽ ചോദിച്ചപ്പം 4 കിലോ തക്കാളി 100 രൂപയ്ക്ക് ഉള്ളു. അപ്പം ഞാനവിടെ കുത്തിയിരുന്ന് 2 കിലോ തക്കാളിയൊക്കെ അങ്ങ് പറക്കിയെടുത്ത് കേട്ടോ. എനിക്ക് തക്കാളിയൊക്കെ നന്നായിട്ട് വേണം. അങ്ങനെ നമ്മൾ പക്ഷേ നോക്കിയെടുക്കണം തക്കാളിയൊക്കെ. അങ്ങനെ തക്കാളിയൊക്കെ പറക്കിയെടുത്തു. കുറച്ച് പച്ചക്കറി മേടിക്കണമായിരുന്നു, സവാളയൊക്കെ മേടിച്ചു. അങ്ങനെ പിന്നെയും പോയി. പിന്നെ ഞാനിവിടെ ഇത് പറക്കുന്നു, ലവളുമാരിൽ അവിടെ നിന്ന് മറ്റേതൊക്കെ പറക്കുന്നു. അങ്ങനെ ആയിരുന്നു. അങ്ങനെ അവസാനം എന്തായാലും ബില്ല് വന്നപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി കേട്ടോ. നാളെ സെക്കൻഡ് സെം എക്സാം തുടങ്ങും ആഷ്മിക്ക്. അപ്പോൾ ഈ കാണിക്കുന്ന ഉത്സാഹം അതിലൂടെയൊക്കെ കാണിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ലക്ഷണം കണ്ടിട്ട് പരീക്ഷയൊന്നും മനസ്സിലേ ഇല്ലാത്തൊരു രീതിയിലാണ് നിൽക്കുന്നത്. അത് വേണം, ഇത് വേണം, മറ്റേത് വേണം, മറിച്ചത് വേണം. ഞാൻ ആകെ വിഷണ്ണയായിട്ട് നോക്കി നിൽക്കി. ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് ആലോചിച്ചുകൊണ്ട്. ഇവളിങ്ങനെ കേട്ടോ സൂപ്പർ മാർക്കറ്റ് വന്നാൽ വേണ്ട ലോലിപോപ്പൊക്കെ ഒരു പാട്ടയൊക്കെ പൊക്കിയെടുത്ത് എന്തിനാന്ന് വന്നത്. ഞാൻ പറഞ്ഞു അവിടെ കാണാൻ വെച്ചിട്ട് വരാൻ പറഞ്ഞു. എനിക്കറിഞ്ഞോളൂ ഈ 450 രൂപ എന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരിയായിട്ട് 4500 രൂപയുടെ വിലയാണ് വെച്ചേക്കുന്നത്. കാരണം ഇഷ്ടംപോലെ സാധനങ്ങൾ ഈ 450 രൂപയ്ക്ക് കിട്ടുമെന്നൊക്കെ ആയിരിക്കും ഇവരുടെ വിചാരം. ഇവർക്കറിയത്തില്ലല്ലോ ഇപ്പോഴത്തെ ഈ 450 രൂപയ്ക്കൊക്കെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ലെന്നുള്ള കാര്യം. എന്തായാലും ഒരുവിധം പിടിച്ച് വലിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിലോട്ട് കേട്ടോ ആഷ്മിയെ. സത്യം ശരിക്കും നാണ്ട പറയുന്ന കേട്ടില്ലേ, അമ്മയോ അത് വേണം, അമ്മേ എൻ്റെ പൈസ തീർന്നില്ല, അമ്മേ എൻ്റെ പൈസയ്ക്കകത്ത് ഇത്രയും കൂടെ ബാലൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു മിണ്ടവടങ്ങണം കുത്തിയിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അടുത്ത പ്രാവശ്യം പറങ്ങേണ്ടേ തൊട്ട് പോകരുതെന്ന് ഞാനൊരു വാണിംഗും കൊടുത്തിട്ടുണ്ട്. ദൈവമേ, മനുഷ്യന് പറങ്ങേണ്ടി കാരണം ഞാനിപ്പോൾ ആകെ ബുദ്ധിമുട്ടിലാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത്